എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലോപങ്ക്റ്റിന്റെ ഒരു ഇയർബഡ് നമ്മുടെ ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ മേടിച്ച മറ്റൊരു പ്രോഡക്റ്റാണ് EM-10 എന്ന് പറഞ്ഞ അവരുടെ തന്നെ ഒരു വയേർഡ് ഇയർഫോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 599 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, ഇനി അതല്ല ഓഫർ റേറ്റ് ആയിട്ടുള്ള 499 രൂപയ്ക്കായാലും ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞത്. ഏറ്റവും മുന്നിലായിട്ട് ബ്ലോപങ്ക്ട് EM-10 വയേർഡ് ഇയർഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഇയർഫോണിൻ്റെ ഫോട്ടോയും ഒറിജിനൽ ബ്ലോപങ്ക്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റിക്കറും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുമല്ല കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും അതൊക്കെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. പറയിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗത്തോട് കൂടിയിട്ട് നമ്മുടെ ഇയർഫോണുകൾ കാണാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1299 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 499 രൂപ ഓഫർ റേറ്റിലും അതല്ലെങ്കിൽ 599 രൂപയ്ക്കാണ് നോർമൽ റേറ്റിലും ലഭ്യമാകുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ്. അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ ജനുവരി 2020 ആണ്. എന്തായാലും ഒരു വർഷമായിരിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ട്. കളർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് ആണ്. എന്തായാലും ഈ ഒരു ഒറ്റ കളറിൽ മാത്രമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. അപ്പോൾ അതെ ബോക്സ് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇയർഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്ന മറ്റുള്ള സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഡിഫറൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കുറച്ച് പേപ്പർ വർക്ക്സുമാണ്. വാറണ്ടി രജിസ്ട്രേഷൻ ഉള്ളൊരു QR കോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും. അപ്പോൾ ഇതാണ് നമ്മുടെ EM-10 വയേർഡ് ഇയർഫോൺ എന്ന് പറയുന്നത്. എന്തായാലും ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ 2 ഇയർബഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പിറകിൽ ബ്ലോപങ്ക്റ്റിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ടിപ്പ് ആയാലും അതുപോലെ തന്നെ ഇയർ പീസുകളാണെങ്കിലും എല്ലാം തന്നെ ഒരു ബ്ലാക്കിഷ് കളർ തന്നെയാണ്. എത്ര എന്താ പറയുക ഡ്രൈവേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10 ഡ്രൈവേഴ്സ് ആയിരിക്കാം ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. ഒരു 45 ഡിഗ്രി ആംഗിൾഡ് ഇയർ പീസ് ആണ് ഇതിൽ ലഭ്യമായതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ചെവിയിൽ അങ്ങ് ഉള്ളിൽ ഇരിക്കുന്നതാണ്. എനിക്കെന്തായാലും എന്താ പറയുക ഒരു ഡിസ്കംഫർട്ടും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. വലതുവശത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ MFB മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുകയാണ്. അതേപോലെ തന്നെ ഇൻലൈൻ കൺട്രോൾ പാനലിൻ്റെ ഏറ്റവും പറയിൽ നോക്കുകയാണെങ്കിൽ ഒരു മൈക്കും കാണാൻ സാധിക്കും. ഇവിടെയുള്ള കേബിൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മെയിൻ കോഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു കേബിൾ തന്നെയാണ്. ഇനി ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയാണ് 3.5 mm ഹെൽ ഷേപ്ഡ് ഗോൾഡ് പ്ലേറ്റഡ് ജാക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ 599 രൂപയ്ക്ക് നമുക്കത് പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് റിയൽമിയുടെ ബഡ്സ് 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ എവിടെയൊക്കെ ചെറിയൊരു മിസ്സിംഗ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബ്ലോപങ്ക്ട് EM-10 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി? എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ, അതായത് മ്യൂസിക് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആദ്യം തന്നെ ബ്ലോപങ്ക്റ്റിന്റെ ഒരു ഇയർബഡ് കുറച്ച് നാളുകൾക്ക് മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ തന്നെയാണ് ഇത് വാങ്ങിച്ചത്. എന്നാൽ ഇത്രയും മാസം എന്താ പറയുക ഇത്രയും നാൾ ഞാൻ ഇത് എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല എന്ന് ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയണത് കാരണം ഈ 2 പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ നോക്കിയപ്പോൾ തന്നെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ജർമ്മൻ പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ 1924 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയിൽ നിന്നും വാങ്ങിയത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് അവസാനം ഇയർബഡിൽ നിന്നും എനിക്ക് ലഭ്യമായത് വളരെ വളരെ മോശമാണ്. അത് എന്താ പറയുക മ്യൂസിക് ക്വാളിറ്റി മാത്രമല്ല മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും ഇനി അതല്ല ബാറ്ററി ലെവലൊക്കെ ഓവറോൾ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാശ് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു ആ ഒരു ബ്ലോപങ്ക്റ്റിന്റെ ഇയർബഡ് എന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കും ഈ ഒരു EM-10 എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും അങ്ങോട്ട് എടുക്കാണ്ടിരുന്നത്. പിന്നെ വിചാരിച്ചു കുറച്ച് ദിവസം ഇപ്പോഴും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി എടുത്തിട്ട് ഇതിന് ശേഷം ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് 2 പ്രോഡക്റ്റ് ഓൾറെഡി അൺബോക്സ് ചെയ്യുന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കൈ കൊണ്ട് ആക്ച്വലി ഈ ഒരു EM-10 എടുത്തത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മ്യൂസിക് ക്വാളിറ്റി പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് തന്നെയാണ്. വേറെ എന്താ പറയുക ഒരു പ്രശ്നമൊന്നും അങ്ങോട്ട് കൂടുതലായിട്ട് കാണുന്നില്ല. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള മോണോ ടൈപ്പ് ആണെങ്കിലും സ്റ്റീരിയോ ടൈപ്പ് ആണെങ്കിലും
നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ലഭ്യമാകുന്നത്. പിന്നെ ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പോലും അത് ഡോമിനേറ്റഡ് തന്നെയാണ്. റിയൽമി ബഡ്സ് 2ഉം അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഇപ്പോൾ 242 ആണെങ്കിലും 225 ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബ്ലോപങ്കിൻ്റെ EM10 എന്ന് പറയുന്നത്. ബോട്ടിൽ ഭയങ്കര ഡോമിനേറ്റഡ് ആണ്, എന്നാൽ റിയൽമി ബഡ്സ് 2ൽ ഒരു ബാലൻസ്ഡ് ആണ്. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ നമുക്ക് ഈ ഒരു ബ്ലോപങ്കിൻ്റെ EM10 വെക്കാൻ പറ്റും. പക്ഷേ ബിൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് 2 തന്നെയാണ് ഈ ഒരു 599 വാങ്ങിക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ പോലും നമുക്കിതൊരു ഓഫർ സമയത്ത് 499 ലഭ്യമാകും. ഇപ്പോൾ പൊതുവേ ഈ ഒരു റിയൽമി ബഡ്സ് 2 599 മാറാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് 499 ലഭ്യമാവുമെങ്കിൽ ഇതങ്ങ് വാങ്ങിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്ലോപങ്കിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ വേണം, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ വേണമെങ്കിലും ഇതിലേക്ക് പോകുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പെർഫെക്റ്റ് മ്യൂസിക് ക്വാളിറ്റി ആയാലും അതല്ല, നിങ്ങൾ മൈക്ക് ക്വാളിറ്റി നേരത്തെ കേട്ട് കഴിഞ്ഞു, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കിത് പെർഫെക്റ്റ് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബ്ലോപങ്ക് EM10 കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.